നമസ്തേ. ചെറുപ്പകാലത്ത് എൻ്റെ മുത്തശ്ശൻ്റെ കൂടെ ഒരുപാട് കഥകളും ഉന്നതമായിട്ടുള്ള തത്വശാസ്ത്രങ്ങളും കേട്ട് അദ്ദേഹത്തിനോടൊപ്പം നടന്ന് വളർന്നതുകൊണ്ടായിരിക്കാം ചെറുപ്പം തൊട്ടേ എനിക്ക് മരണത്തിനെ വലിയൊരു ഭയം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഞാൻ വളർന്നു വരുന്ന സാഹചര്യങ്ങളിലൊക്കെ എൻ്റെ ഒരു ആയുസിൻ്റെ ഒരു ഭാഗം മറ്റു ഉള്ള വ്യക്തികൾക്ക് കൊടുത്ത് എങ്കിലും അവരെ രക്ഷിക്കുക എന്ന് പോലും ഞാൻ പ്രാർത്ഥനകളിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് എനിക്ക് സത്യങ്ങൾ പതിയെ പതിയെ മനസ്സിലായി. എന്താണ് ഒരു മനുഷ്യൻ്റെ ആയുസ്, അയാളുടെ കർമ്മം, അയാളുടെ ജന്മം, അതിൻ്റെ ഉദ്ദേശം, അങ്ങനെ ജീവിതത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ ആഴത്തിലുള്ള ഒരുപാട് അർത്ഥതലങ്ങളെ അന്വേഷിച്ചുകൊണ്ട് എൻ്റെ ചിന്തകൾ സഞ്ചരിച്ചു. എൻ്റെ കണ്ണുകൾ അത്തരത്തിലുള്ള വായനകളിലൂടെ പോയി, അത്തരത്തിലുള്ള ശബ്ദങ്ങളിലൂടെ കടന്നുപോയി. അങ്ങനെ ഒരുപാട് ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ മെറ്റഫിസിക്കലായിട്ടുള്ള പാരാസൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ലെവലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മരണം ഒരു അത്ഭുതമായിട്ട് തോന്നിയില്ല, ജനനം ഒരു അത്ഭുതമായിട്ട് തോന്നിയില്ല, അതിനപ്പുറത്തേക്കുള്ള നമുക്കറിയാത്ത തലങ്ങളും ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് ജീവിതത്തിൽ പല തിരിച്ചടികളിലൂടെ വളർന്നു വരുന്ന സമയത്ത് എനിക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മരണത്തിനോടുള്ള ഭയം ആണ് എന്നുള്ളതാണ്. പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് മരിക്കാൻ ഭയമാണ് എന്നുള്ളത്. പക്ഷെ ഞാൻ പറയുകയാണ്, ഈ മരണത്തിനോടുള്ള ഭയം എന്ന് പറയുന്നത് നമ്മൾ ആത്മീയമായിട്ട് വളരുന്ന സമയത്ത് നമ്മളിൽ നിന്ന് പതിയെ പതിയെ കൊഴിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് പോയിട്ട് നമ്മൾ സ്വയം മരണത്തെ വരിക്കുന്ന കാര്യത്തിനെ അല്ല ഞാൻ പറയുന്നത്. ആത്മഹത്യ പോലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ആത്മീയ വളർച്ചയെക്കുറിച്ചിട്ടാണ്. മരണമെന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു സംഗതിയല്ല, അത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമുക്ക് ഈ ജീവനെ വെടിയാനുള്ള അവകാശമില്ല, അല്ലെങ്കിൽ അത് പ്രപഞ്ചമാണ് നമ്മുടെ ജീവനെ എടുക്കുന്നത് എന്നുള്ളതാണ്. ബിക്കോസ് പ്രപഞ്ചത്തിന് ഓരോ എനർജിയെക്കുറിച്ചും അതിൻ്റേതായിട്ടുള്ള പദ്ധതികളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾക്ക് ഈ ഭൂമിയിൽ പ്രപഞ്ചം ജന്മം തരുന്ന സമയത്ത്, അല്ലെങ്കിൽ സൃഷ്ടാവ് നമ്മളെ ഇവിടേക്ക് അയക്കുന്ന സമയത്ത് നമുക്ക് ഒരു സെറ്റ് ഓഫ് കർമ്മ ഉണ്ട് ഇവിടെ ചെയ്തു തീർക്കാനായിട്ട്. ചിലപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ചില അനുഭവങ്ങളും ചില തിരുത്തലുകളും ആയിരിക്കും ചിലപ്പം ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇനി വരാൻ പോകുന്നതിലേക്കുള്ള ഒരുക്കമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു ആത്മാവായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജന്മജന്മാന്തരങ്ങളിലൂടെ ഒരുപാട് തവണ വീണ്ടും വീണ്ടും റീബോൺ ചെയ്ത് വന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മൾ എല്ലാ ജന്മങ്ങളും അവസാനിച്ച് നമ്മൾ സമാധിയിലേക്ക് അല്ലെങ്കിൽ നിർവികൽപ്പ സമാധിയിലേക്ക് എത്തിയതിന് ശേഷം അവിടെ നിന്ന് സൃഷ്ടാവ് വീണ്ടും ഒരു മെസ്സഞ്ചറായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്യൂട്ടി ചെയ്യാനായിട്ട് നമ്മളെ വീണ്ടും വിടുന്നതായിരിക്കാം. സോ ഇതൊക്കെ ഒരുപാട് രീതിയിലുള്ള ഏറ്റവും ഡീപ്പറായിട്ടുള്ള ആത്മീയ സങ്കല്പങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഭാരതീയ ചിന്തകളിലൂടെ പോകുന്ന സമയത്ത് നമുക്കിതൊക്കെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിനെക്കുറിച്ചല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ആത്മീയമായിട്ട് ഉണരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉയരുന്ന സമയത്ത്, സ്പിരിച്വൽ അവേക്കനിങ്, അതിനുശേഷം അസെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്നതായിട്ടുള്ളൊരു കാര്യമാണ് ഈ മരണത്തിനെക്കുറിച്ചുള്ള ഭയം. ബിക്കോസ് നമ്മൾ ഈ മരണത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുകയാണ്. എപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയം വരുന്നത്? നമ്മളുടെ യഥാർത്ഥത്തിലുള്ള പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്ന സമയത്താണ് നമുക്ക് ഭയം വരുന്നത്. ആ ഭയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിനെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല, നമുക്ക് വലുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പം നമ്മൾ ഒരു കാട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഏതെങ്കിലും ഒരു ഭീകരജീവി ആക്രമിക്കാനായിട്ട് വന്നു. അപ്പം നമുക്ക് മരത്തിൽ കയറിയാൽ രക്ഷപ്പെടാൻ തൊട്ടടുത്ത് കയറാൻ പറ്റിയ മരങ്ങളും ഉണ്ട്. പക്ഷേ പെട്ടെന്ന് ഈ ജീവി നമ്മുടെ മുന്നിലേക്ക് ചാടി വീഴുന്ന സമയത്ത് നമ്മൾ ഭയന്ന് പോവുകയാണ്, നമ്മൾ ഐസായിട്ട് പോവുകയാണ്. നമുക്ക് ഈ മരത്തിൽ കയറി രക്ഷപ്പെടാനുള്ള രീതിയിൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ കുറച്ചും കൂടെ ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ കയറി രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മരണത്തിൻ്റെ ഭയം നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഈ പ്രത്യേകതകളുള്ള ആൾക്കാർക്ക് ഒരു പരിധിവരെ അവരുടെ മരണഭയം അവരെ വിട്ടുപോയി. കാരണം അവർ ആത്മീയമായിട്ട് ഉണരുകയാണ്, ഉയരുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് ഉയരുന്ന സമയത്ത് ഇത് വിട്ടുപോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അതിൻ്റെ അടയാളങ്ങളാണ് ഞാൻ ഈ ഒരു സംസാരത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരണത്തിൻ്റെ ഭയം പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന നമ്മൾ സാധാരണ വിചാരിക്കുന്ന കാര്യങ്ങളല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, ചിലപ്പം തല തിരിഞ്ഞ രീതിയിലായിരിക്കും ഈ പോയിന്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ആദ്യം തോന്നുക. പക്ഷേ പിന്നീട് നിങ്ങൾ ഡീപ്പർ ലെവലിൽ ചിന്തിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെത്ര മനോഹരമായിരിക്കുന്നു, ഇങ്ങനെയൊരു സംഗതി ഉണ്ടല്ലോ എന്നുള്ളത് ചിന്തിക്കും. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, മരണഭയം നമ്മളെ വിട്ടുപോകുന്ന സമയത്ത് ചില ചെറിയ ഭയങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നതിൽ കുറവ് വരും അല്ലെങ്കിൽ ഇല്ലാതെയാകുമെന്നുള്ളതാണ്.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ ഭയം ഉണ്ടായിരിക്കും. പക്ഷേ ഏറ്റവും വലിയ ഭയമായിട്ടുള്ള മരണഭയം നമ്മളെ വിട്ടുപോകുമ്പം ഇത്തരത്തിലുള്ള ചെറിയ ഭയങ്ങൾക്ക് നമ്മളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഭയമായിരിക്കും സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പുറത്തുള്ള ചില ആളുകളുമായിട്ട് ഇടപെടുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളെക്കാളും ഉന്നതരാണ് എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നതായിട്ടുള്ള വ്യക്തികളുമായിട്ട് കൃത്യമായിട്ട് ഇടപഴകിക്കൊണ്ട് കർമ്മം ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ചില പല രീതിയിലുള്ള ഭയങ്ങളായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സേഫ് സോണിൽ നിന്ന് പുറത്തു വരാനായിട്ട്, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഭയങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഭയങ്ങൾ, നമ്മൾ മരണത്തിനോടുള്ള ഭയം ഇല്ലാതാകുന്ന സമയത്ത് ഈ ചെറിയ ഭയങ്ങൾക്ക് നമ്മുടെ മേലുള്ള നിയന്ത്രണത്തിനെ നമ്മൾ തള്ളിക്കളയുകയാണ്. അപ്പം നമുക്ക് എന്ത് കൈവരികയാണ്? നമുക്ക് നമ്മുടെ മേൽ നമുക്ക് തന്നെ നിയന്ത്രണം ഉണ്ടാവുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് വിചാരിച്ചതായിട്ടുള്ള കാര്യങ്ങൾ പോലും, മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ഈ ജന്മത്തിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കടന്നു പോകും. പ്രപഞ്ചം നമ്മളെ കൊണ്ടുപോകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ എന്ന് ഞാൻ പറയുകയാണ്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ മരണപ്പെട്ടു പോകും എന്ന് വിചാരിക്കുന്നൊരു അവസ്ഥ വിചാരിക്കുക. ശ്രീനിവാസൻ അഭിനയിച്ച ഒരു സിനിമയുണ്ട് അങ്ങനെ. അതായത് ഒരു പോലീസുകാരനായിട്ടാണ്. ആദ്യം അദ്ദേഹം ഭയങ്കര മടിയനും പേടിത്തൊണ്ടനുമായിരിക്കും. പക്ഷേ ഒരു രാജൻ പി ദേവിൻ്റെ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്ന ആ ഒരു ബ്ലഡ് ടെസ്റ്റ് കഴിയുന്ന സമയത്ത് ഈ ടെസ്റ്റ് റിസൾട്ട് മാറിപ്പോകും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിസൾട്ട്, ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഹെൽത്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ റിസൾട്ട് മാറിപ്പോകുന്നത് കൊണ്ട് ഇദ്ദേഹം അടുത്ത അധികം കാലം ജീവിക്കില്ല എന്നുള്ള രീതിയിൽ ഇദ്ദേഹം പെർസീവ് ചെയ്യുകയും പിന്നെ അദ്ദേഹം ഭയങ്കര ധൈര്യശാലിയായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായിട്ട് മാറിയിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മരണത്തിനെ ഭയം ഇല്ല, കാരണം എന്തായാലും ഇത് വരും. അയാൾക്ക് മരണത്തിനോടുള്ള ഭയം ഈ ഒരു കാര്യം കൊണ്ട് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അയാൾ വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. അയാൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. ധൈര്യത്തോടു കൂടി ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ കൂടെ മുന്നോട്ട് പോകാനും വലിയ വലിയ വില്ലന്മാരെയൊക്കെ പിടിച്ച് വെക്കാനൊക്കെ സാധിക്കുകയാണ്. പക്ഷേ അയാൾക്ക് ഇങ്ങനെ മരിക്കുമെന്നുള്ള വാർത്ത കേട്ട സമയത്ത് പുള്ളിക്ക് അതിനുള്ള ഭയം പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അയാൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. ഇനി വേറെ ചില ആൾക്കാരാവട്ടെ ഇങ്ങനെ വാർത്ത കേൾക്കുമ്പോൾ ചിലപ്പം പേടിച്ചു എന്ന് വിചാരിച്ചു. അയ്യോ, ഇനി എനിക്ക് അധികം നാളുകളില്ല, ഞാൻ നരകത്തിലേക്കാണോ, ഞാൻ സ്വർഗത്തിലേക്കാണോ, ഇനി എന്തവസ്ഥയിലേക്കാണ് ഞാൻ പോകുന്നത്, ഇങ്ങനെ പല രീതിയിൽ ചിന്തിച്ച് മനസ്സമാധാനം നഷ്ടപ്പെടും. ഇങ്ങനെ തന്നെയാണ് ഈ മരണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് വരുമെന്നറിയാം. അപ്പം നമ്മൾ ഭയപ്പെട്ടിട്ട് എന്ത് ചെയ്യുകയാണ്? നമുക്ക് പണം ഉണ്ടാക്കണം, ആ പണത്തിന് വേണ്ടി ഇഷ്ടമില്ലാത്ത ജോലി ജീവിതകാലം മുഴുവൻ ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിനെ ബോധിപ്പിക്കണം മരിക്കുന്നതിന് മുമ്പ് പല കാര്യങ്ങളും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എടുത്താൽ പൊന്താത്തതായിട്ടുള്ള കടമെടുത്തിട്ട് നമ്മൾ വലിയ മണിമാളികകളും സൗധങ്ങളും പണിയുന്നു, അല്ലെങ്കിൽ ആഡംബര ജീവിതം കാണിക്കുകയാണ്. അതുപോലെ തന്നെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സും ഷൂസും ഒക്കെ മേടിച്ചിട്ടിട്ട് നമ്മൾ അങ്ങനെ ഷോ ഓഫ് ചെയ്ത് നടക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഭയമില്ലാത്തവന് ഇങ്ങനെയുള്ള വ്യഗ്രതകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. മരണത്തിനോടുള്ള ഭയം നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിനെ കൂടുതൽ അർത്ഥവത്തായിട്ട് കാണാനും, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും വളരെ ആഴത്തിൽ അതിൻ്റെ മനോഹാരിതയോടുകൂടി അനുഭവിച്ചുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കും. സോ മരണത്തിനോടുള്ള ഭയം പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ നാളെ മരിക്കുമെന്ന് തോന്നിയൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പണ്ടേതോ ഒരു വ്യക്തി അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പോയിട്ട് ഫുൾ കോമഡി സിനിമകൾ കണ്ട് ചിരിച്ചുകൊണ്ടേ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ അസുഖം മാറിയ കഥയൊക്കെ നമ്മൾ മുൻപ് എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യൻ മരണത്തിനോടുള്ള ആ പേടി ഇല്ലാതാവുമ്പം അവന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതിനോടുള്ള ഭയം ഇല്ലാതെയാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കാളും സ്വന്തം ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് വില കൊടുക്കുമെന്നുള്ളതാണ്. മറ്റുള്ളവരുടെ അഭിപ്രായത്തെക്കാളും സ്വന്തം സത്യത്തിന് വില കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ നീതി പുലർത്താനായിട്ട് സാധിക്കുകയും നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാനും അത് മനസ്സിലാക്കാനും സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഭാവിയെക്കുറിച്ച് അമിതമായിട്ടുള്ള ഭയം ഉണ്ടാകുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ഒരുപാട് ആശങ്കകൾ വരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കീ എന്ന് പറയുന്നത്, ഇത് നമ്മൾ പ്രത്യേകിച്ച് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജിയിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു തത്വചിന്തയാണ്. അതായത് നിങ്ങളുടെ ഈ പ്രസൻറ്റ് അതാണ് നമ്മൾക്കുള്ളത്. പാസ്റ്റ് എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, കുറ്റബോധപ്പെടേണ്ട ആവശ്യമില്ല. ബിക്കോസ് പാസ്റ്റ് ഈസ് പാസ്റ്റ്, നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടുത്തെ ഓർമ്മകൾ നമ്മളെ അലട്ടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്നതിനെക്കുറിച്ച് നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇത് രണ്ടും കഴിഞ്ഞു പോയി. വാട്ട് ഈസ് എന്താണോ ഇപ്പോൾ ഉള്ള നൗ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. സോ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ഭയം അല്ലെങ്കിൽ ആശങ്ക നമുക്കില്ല എന്നുള്ളതാണ്. സോ നമുക്ക് എപ്പോൾ മരണം വന്നാലും കുഴപ്പമില്ല, എൻ്റെ കർമ്മം എനിക്ക് സന്തോഷത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമ്മൾ APJ അബ്ദുൽ കലാമിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒക്കെ മരണം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്.
അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ അതൊരു വളരെ മനോഹരമായിട്ടുള്ള അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വീഴുന്നതായിട്ടുള്ള ആ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് അത്രയും സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ നിന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് അദ്ദേഹത്തിന് അടുത്ത തലത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് ആത്മീയ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ മനസ്സിലാവുകയാണ്. അടുത്തതായിട്ടുള്ളത്, നമുക്ക് റിസ്ക് എടുക്കാനും നമ്മുടെ സ്വപ്നങ്ങൾ അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കാനായിട്ടും നമുക്ക് ധൈര്യം ഉണ്ടാവുകയാണ്. കാരണം എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള ആഗ്രഹങ്ങളല്ല. അപ്പോൾ ചെറുതായിട്ടുള്ള ആഗ്രഹങ്ങളുള്ള മനുഷ്യന്മാരുണ്ടെങ്കിൽ അവരുടെ ചുറ്റിനുമുള്ള സൊസൈറ്റി അതിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ഞാൻ ചെറിയ ആഗ്രഹങ്ങളുള്ള ഒരു പാവ മനുഷ്യനാണ്, ഒരു ചെറിയ സാധാരണക്കാരനാണെന്ന് പറയുകയാണ്. പക്ഷെ ഞാൻ പറയുകയാണ്, യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും സാധാരണക്കാരല്ല, അസാധാരണത്വത്തിലേക്ക് വളരാനായിട്ട് വിളിക്കപ്പെട്ടതായിട്ടുള്ള ആത്മാക്കളാണ്. അപ്പം നമുക്ക് ആ അസാധാരണത്വത്തിലേക്കുള്ള പ്രപഞ്ചത്തിൻ്റെ ഉന്നതിയിൽ നിന്നുള്ള ആ വിളി ഏറ്റെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അത് കേൾക്കണമെങ്കിലും അത് ഏറ്റെടുത്തുകൊണ്ട് നടപ്പാക്കണമെങ്കിലും നമുക്ക് അസാധാരണമായിട്ടുള്ള ധൈര്യം വേണമെന്നുള്ളതാണ്. നമ്മൾ സേഫ് സോണിൽ നിന്ന് പുറത്തു വന്ന് നമ്മൾ റിസ്ക് എടുക്കണമെന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള സാഹസങ്ങൾ എടുക്കാനായിട്ടുള്ള നമ്മുടെ ഭയം നമുക്ക് മരണഭയം ഇല്ലാതാകുന്ന സമയത്ത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉന്നതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഉയർന്നു പോകാനായിട്ടും സാധിക്കുന്നു. ആൻഡ് അതുപോലെ തന്നെ ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനായിട്ടും നമുക്ക് തയ്യാറാകാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ പറയുന്നത് എല്ലാം വാരിക്കൂരി എല്ലാവർക്കും കൊടുക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ പല അവസരങ്ങളിലും നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനും പ്രതികാര ബുദ്ധിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉയർച്ച ഉണ്ടാകുമെന്നുള്ളതാണ്. ജീവിതം എന്ന് പറയുന്നത് അതിജീവിക്കാനുള്ള ഒരു പോരാട്ടമല്ല, അതിനപ്പുറത്തേക്ക് പൂർണ്ണമായി അനുഭവിക്കാനുള്ള ഒരു യാത്രയാണ് എന്നുള്ള മഹത്തരമായിട്ടുള്ള സത്യം നമുക്ക് മനസ്സിലാകുകയാണ്. സോ നമുക്ക് ഈ ഭയങ്ങളില്ലാതെ ആകുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിനെ ഒരു ഫൈറ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഓരോ സംസാരത്തിലൂടെ കടന്നു പോകുന്ന സമയത്തും ഞാൻ എന്തെങ്കിലും കാര്യം നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. അത് എൻ്റെ എല്ലാ വീഡിയോ കേൾക്കുന്ന സമയത്തും നിങ്ങൾക്ക് തോന്നുന്നൊരു കാര്യമാണ്. ഐ എം നോട്ട് ടീച്ചിങ് യു, നോട്ട് ബ്ലെയിമിങ് യു. അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുമ്പം ചിന്തകളിലൂടെ നിങ്ങളാണ് കടന്നു പോകുന്നത്. ആ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ആ സമയമെന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഇറ്റ് ഈസ് ലൈക്ക് എ പ്രസത്തിലൂടെ ആ ഒരേ നിറത്തിലുള്ള പ്രകാശം കടത്തിവിടുമ്പം അത് 7 നിറങ്ങളിലേക്ക് വിരിയുന്നത് പോലെ നമ്മുടെ ഈ അനുഭവങ്ങളിലൂടെ നമ്മൾ ഒരുമിച്ച് കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതം ഒരുപാട് നിറങ്ങളിലേക്ക് വിരിഞ്ഞുകൊണ്ട് നമ്മുടെ യുണീക്കായിട്ടുള്ള മനോഹാരിതയെ നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് പ്രപഞ്ചത്തിൻ്റെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഈ മഹത്തരമായിട്ടുള്ള സന്ദേശം തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.